ചുനക്കര ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോമല്ലൂർ തുള്ളക്കുളം പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പാലത്തിൽ റീത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ സമരം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചുനക്കര ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോമല്ലൂർ തുള്ളക്കുളം പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇങ്ങനെ ഒരു പാലത്തിൽ കൂടി എങ്ങനെ ജനങ്ങൾ സഞ്ചരിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. ഇപ്പോ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പാലം പൊക്കിപ്പണിഞ്ഞിരിക്കുക. പാലം പൊക്കിപ്പണിഞ്ഞപ്പോ തെക്ക് നിന്നും വടക്ക് നിന്നും ഈ പാലത്തിൽ വന്നു കയറണമെങ്കിൽ ഈ റോഡ് കിളർത്തണം. ആ കിളത്തി ഇതിലേക്ക് സഞ്ചാരയോഗ്യമാക്കി ഇവിടെ എത്തിക്കുമ്പോൾ തൊട്ട് വടക്കേപ്പുറത്ത്, അതായത് ചുനക്കരയിലേക്ക് എത്തുമ്പോൾ പാലം ഒരിടത്തും വഴി ഒരിടത്തും ഇരിക്കുക. ഇതുണ്ടാക്കാൻ വന്ന എഞ്ചിനീയറുടെ കുഴപ്പമാണോ, കരാറുകാരൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ഈ ഐഡിയ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ എന്നറിയാൻ വയ്യ. തെക്കു നിന്ന് വരുന്ന വഴിയുമായി കുഴപ്പമില്ല, നമുക്ക് കൃത്യമായി ഈ പാലത്തിൽ വന്ന് കയറാം. പക്ഷേ വടക്കേ സൈഡിൽ എത്തുമ്പോൾ പാലത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയ വല്ലവരുടെയും പുരയിടത്തിലേക്കാണ് ഇറങ്ങുന്നത്. പാലം ഒരിടത്തിരിക്കുകയാണ്, വഴി വേറൊരിടത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അശാസ്ത്രീയമായി ഈ പാലത്തിന്റെ നിർമ്മാണം നടത്തി ഈ ഗ്രാമവാസികളുടെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തപ്പെട്ട ഈ നടപടിയിൽ പ്രതിഷേധിക്കുവാനാണ് ഇന്ന് നമ്മൾ ഈ യോഗവും ഈ റീത്ത് വെച്ച് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ, അതായത് ആലപ്പുഴ ജില്ലാ കളക്ടറും തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം, അതുപോലെ തന്നെ ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി ആണ് ഇത് ഈ പരിപാടി ഇവിടെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. അതിനനുസരിച്ച് ആ പഞ്ചായത്തുമായി എല്ലാം ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുന്നത് വരെ ശക്തമായ സമരരംഗത്തേക്ക് കടക്കുവാൻ ചുനക്കര തെക്കും അതുപോലെ തന്നെ കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ സമരപരിപാടിയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായി ഈ വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പാലത്തിന്റെ പണി പുനരാരംഭിച്ച് ഇത് ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് ഭരണിക്കാവിനെയും ചുനക്കരയും, പ്രത്യേകിച്ച് ഭരണിക്കാവിൽ ഇല്ലത്തുമുക്ക് അല്ലെങ്കിൽ ഭരണിക്കാവ് നമ്മുടെ വാർഡ് 6-ാം വാർഡും 6-7 വാർഡുകളെയും അതുപോലെ തന്നെ ചുനക്കരയിലെ പുതിയ വാർഡായ 14-13 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായി സഞ്ചരിക്കുകയും ഗതാഗതം നടത്തുകയും ചെയ്യത്തക്ക തരത്തിലേക്ക് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചെത്തുന്നത് വരെ ശക്തമായ സമരരംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. 2018 ജില്ലാ പഞ്ചായത്തിന്റെയും ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെയും അന്നത്തെ MLA ആയിരുന്ന R രാജേഷിന്റെ പ്രാദേശിക ഫണ്ടും വിനിയോഗിച്ച് 45 ലക്ഷം രൂപ മുടക്കി തറക്കല്ലിട്ട് പണി ആരംഭിച്ച പാലമാണ് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്നത്. പാലത്തിന് ഇരുപുറവും ഭരണിക്കാവ് ചുനക്കര പഞ്ചായത്തുകളുടെ വഴികൾ വന്ന് അവസാനിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഓട കെട്ടി ടാർ ചെയ്ത് റോഡ് പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് പാലത്തിലേക്ക് എത്തുവാൻ കഴിയാത്ത തരത്തിൽ റോഡിൽ നിന്നും ദിശ മാറിയാണ് പാലം ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി തവണ ഇത് സംബന്ധിച്ച പരാതികൾ വന്നെങ്കിലും യാതൊരു പ്രതികരണവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറയുന്നു. പാലം പണി അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലത്തിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. ചുനക്കര തെക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ഡി പിള്ള, ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബാമോൾ, സുധീർ ഖാൻ ഭരണിക്കാവ്, മുൻ പഞ്ചായത്ത് അംഗം പ്രസന്നൻ, ശശി തണ്ടാശ്ശേരിൽ, ജി വിനോദ്, ബിജു ജോർജ്, ജെബി കാരാവള്ളി, VS ഗോപി, തങ്കപ്പൻ, രാജു ചെറിയാൻ, ഹബീബ്, ബോസ്, ഈപ്പൻ, തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്.